വിവാഹ തടസ്സമോ ഒന്നുണ്ട് പരിഹാരം കാണുക. മംഗല്യ സിദ്ധിക്കായി യുവതി യുവാക്കൾക്ക് വിവാഹ തടസ്സം മാറുന്നതിനു വേണ്ടി കൊല്ലം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ കല്യാണ രൂപത്തിൽ ഒരേ പീഠത്തിൽ വാണരുളുന്ന ശ്രീ ഉമയും മഹേശ്വരനും കുടുംബസഹിതം വാണരുളുന്ന മറ്റെങ്ങുമില്ലാത്ത ക്ഷേത്രം. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ രാവിലെ 7 മണി മുതൽ 11 മണി വരെ സ്വയംവരാർച്ചന നാമജപത്തോടുകൂടി ഭഗവാന് നിവേദ്യ സമർപ്പണത്തോടുകൂടി നടത്തപ്പെടുന്നു. വിവാഹ തടസ്സം അനുഭവിക്കുന്ന യുവതി യുവാക്കൾക്ക് തുടർച്ചയായി 23 ആഴ്ച ഈ പൂജയിൽ പങ്കെടുത്താൽ ഉമാമഹേശ്വരന്റെ അനുഗ്രഹത്താൽ ഫലസിദ്ധി ലഭിക്കുന്നു. ദീർഘസുമംഗലി പൂജയും നടത്തിവരുന്നു. സ്വയംവര അർച്ചനയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും ക്ഷേത്രവുമായി ബന്ധപ്പെടുക. കൂടാതെ ജ്യോതിഷ സംബന്ധമായ എല്ലാ പ്രശ്ന പരിഹാരത്തിനും ക്ഷേത്രത്തിൽ ജ്യോതിഷന്റെ സേവനം ലഭ്യമാണ്. ഓർക്കുക, ശ്രീ ഉമാമഹേശ്വര സ്വാമി ക്ഷേത്രം, ഉമാമഹേശ്വര ജംഗ്ഷൻ, മെയിൻ റോഡ്, കൊല്ലം 1. കൂടാതെ ദാമ്പത്യ കലഹം മൂലം വിഷമം അനുഭവിക്കുന്നവർക്ക് ഐക്യമത്യ സൂക്തം, ദീർഘസുമംഗലിയെ ഇരിക്കുന്നതിന് ഉമാമഹേശ്വര പൂജ, കുടുംബ ഐശ്വര്യത്തിന് എല്ലാ വ്യാഴാഴ്ചയും 9:30 മുതൽ ദീർഘസുമംഗലി സർവൈശ്വര്യ പൂജ എന്നിവ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു. ഞാൻ തിരുമുല്ലവാരത്ത് വരുന്നതാണ്. എന്റെ മോന്റെ കല്യാണം 2.5 വർഷം കൊണ്ട് ഞാൻ നോക്കിയായിരുന്നു, ഒന്നും ആയില്ല. ഞാനിവിടെ വന്ന് പൂജ എടുത്തു. കഴിഞ്ഞ സെപ്റ്റംബറിൽ വന്ന് മംഗല്യ പൂജ എടുത്ത് 12 ആഴ്ച അടുപ്പിച്ചെടുത്തു. ഇപ്പൊ എന്റെ മോന്റെ കല്യാണം റെഡിയായി. ഈ സെപ്റ്റംബർ 5-ാം തീയതി എന്റെ മോന്റെ കല്യാണമാണ്. എന്റെ മോന്റെ പേര് ചന്തു. ഞാൻ 12 ആഴ്ച ഇവിടെ സ്വയംവര അർച്ചന നടത്തി, അർച്ചന പൂജ ചെയ്തു, ഇവിടെ പൂജയിൽ പങ്കെടുത്തു. ഇപ്പോഴെനിക്ക് എന്റെ മോന്റെ കല്യാണം റെഡിയായി. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ മോന്റെ കല്യാണത്തിന് വേണ്ടി ഒരു വീട് നോക്കിയിരുന്നു, ഒന്നും നടക്കാത്തത് കൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഒരു പൂജ ചെയ്തതിന് ശേഷമാണ് എനിക്ക് മോന്റെ കല്യാണം ശരിയായത്. അതിനുള്ള ഇവിടുത്തെ പൂജാവിധി ക്രമം ഞാൻ എല്ലാവർക്കും ഭക്തിയോടും ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ആചാരപ്രകാരം അതെല്ലാം ചെയ്തത് കൊണ്ട് ഇപ്പോ മോന്റെ കല്യാണം ഫിക്സായി. വരുന്ന ഫെബ്രുവരിയിലാണ് കല്യാണം. എല്ലാ രീതിയിലും ഒരു സന്തോഷത്തിന്റെ ഒരു ഇതാണ് ഉണ്ടായത്. എന്റെ മോന്റെ കല്യാണം നടക്കണതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടെ വന്ന് ഈ പൂജയൊക്കെ ചെയ്ത് കൊണ്ടാണ് കല്യാണം നടക്കുന്നത്. എന്റെ ചേട്ടന്റെ കല്യാണം ഫെബ്രുവരി 2-നാണ്. ഇവിടെ വന്ന് ഉമാമഹേശ്വര പൂജ ചെയ്തിട്ടാണ് നടക്കുന്നത്. എന്ന് വളരെയധികം സന്തോഷം. എന്റെ പേര് അനന്തു. ഞാൻ ഇവിടെ വന്ന് ഉമാമഹേശ്വര പൂജയിൽ പങ്കെടുത്തതിന് ശേഷമാണ് എനിക്ക് കല്യാണം ഉറച്ചത്. ഫെബ്രുവരിയിലാണ് കല്യാണം. വളരെയധികം സന്തോഷം. ഞാൻ ഇതേപോലെ ഉമാമഹേശ്വര പൂജ 23 ആഴ്ച ഇവിടെ വന്ന് ഭക്തിയോടെയും മനസ്സാലെയും ചെയ്താൽ നിങ്ങളെ കല്യാണവും നടക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പൂനെയിൽ നിന്ന് വന്നതാണ്. എൻ്റെ മകൻ്റെതായിട്ടുള്ള കല്യാണ കാര്യത്തിന് വേണ്ടി ഞാനിവിടെ പ്രാർത്ഥിച്ച് 12 പൂജ നടത്താൻ പറഞ്ഞു. പൂജകളെല്ലാം കഴിഞ്ഞ് 10 ദിവസത്തിനകത്ത് എൻ്റെ മോൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഇപ്പോൾ ആഗസ്റ്റ് മാസത്തിൽ മോൻ്റെ കല്യാണമാണ്. അതിനെല്ലാവിധ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. MSCBയുടെ ഇലക്ട്രിസിറ്റി ബോർഡിന് ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നാട്ടിൽ വരും. എൻ്റെ മോളെ കല്യാണം കഴിക്കുന്ന നീണ്ടകര, കൊല്ലം നീണ്ടകര കണ്ണാട്ടൂട്ട് ക്ഷേത്രത്തിനടുത്താണ്. ഞാൻ എപ്പോഴും വന്നും പോയി നിൽക്കുന്നതാണ്. ഇവിടെ അമ്മയുടെ അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് എൻ്റെ മോൻ്റെ വിവാഹം എല്ലാം ഉറച്ചു. 12 വിളക്കെടുത്തു. എടുത്തപ്പോഴത്തേക്ക് എൻ്റെ മകൻ്റെ വിവാഹം എല്ലാം ഉറച്ചു. അതുകൊണ്ട് ആഗസ്റ്റ് മാസത്തിൽ കല്യാണമാണ്. ഞങ്ങൾക്ക് പൂനെയിൽ നിന്ന് വന്നവരാണ്. പൂനെയിൽ നിന്ന് വന്ന് എൻ്റെ ആങ്ങളെയാണ് ഇത് എടുത്തത്. അതിൻ്റെ ഇതായിട്ട് എല്ലാം കുറച്ച് നല്ല സകല ഐശ്വര്യങ്ങളും അമ്മ ഭഗവാൻ ഞങ്ങൾക്ക് തരട്ടെ. നമ്മളെല്ലാവരും മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക മക്കൾക്ക് വേണ്ടി. അമ്മമാരുടെ മനസ്സാണ് മക്കൾക്ക്, അത് പ്രാർത്ഥിക്കുക. ഉമാമഹേശ്വരി അമ്മയെ എപ്പോഴും മനസ്സിൽ കാണുക. അതിൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായിരിക്കും.
ശംഖൊലിയോ